ഹായ് ഹലോ നമസ്കാരം. ഇന്ന് കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വെച്ച് ഒരു അച്ചാറുണ്ടാക്കാം. കല്ലുമ്മക്കായയുടെ തോട് കളഞ്ഞതിന് ശേഷം അതിനകത്തുള്ള വേസ്റ്റൊക്കെ എടുത്തൊഴിവാക്കി നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളം വാർത്ത് എടുത്ത് വയ്ക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്കും കല്ലുമ്മക്കായക്കകത്ത് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ടാവും. അതിനുശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം കറിവേപ്പിലയും നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായയും കൂടെ ചേർത്ത് നന്നായി വഴറ്റി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ ആവരുത്, കാരണം അച്ചാറിൻ്റെ ടേസ്റ്റിന് മാറ്റം വരും. ഇവിടെ ഇപ്പോൾ കല്ലുമ്മക്കായ ആവശ്യത്തിന് വെന്ത് ഒരുപാട് ഫ്രൈ ആവാതെ പാകത്തിന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതൊരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വയ്ക്കുക. ഇതിങ്ങനെ കഴിക്കാൻ തന്നെ അപാര ടേസ്റ്റാട്ടോ. അധിക സമയം ഇങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാനുണ്ടാവില്ല. നമുക്ക് വേഗം അച്ചാറിൻ്റെ പരിപാടിയിലേക്ക് ഇറങ്ങാം. കല്ലുമ്മക്കായ ഫ്രൈ ചെയ്ത അതേ പാത്രത്തിലോട്ടേക്ക് തന്നെ നല്ലെണ്ണ ഒഴിച്ച് ചൂടാക്കി വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ലെണ്ണയിൽ കിടന്ന് നന്നായി മൂത്തതിന് ശേഷം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചക്കുത്തൊക്കെ മാറി നല്ലൊരു മണം വന്നു തുടങ്ങും. ആ സമയത്ത് നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് പൊടികൾ കരിഞ്ഞു പോകാതെ മൂപ്പിച്ചെടുക്കുക. മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയും പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഈ സമയം പൊടികളെല്ലാം മൂത്ത് നല്ലൊരു മണം വന്നു തുടങ്ങും. ഇതിലേക്ക് നമ്മുടെ അച്ചാറിന് ആവശ്യമായ വിനാഗിരി ചേർക്കുക. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്തത്. വിനാഗിരിയൂടെ ചേർത്തതിന് ശേഷം നല്ലപോലെ ഇളക്കി തിളക്കാൻ വയ്ക്കുക. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലോട്ടേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കല്ലുമ്മക്കായ ചേർത്ത് മിക്സ് ചെയ്യുക. ഈ സമയത്ത് ഉപ്പിൻ്റെയോ വിനാഗിരിയുടെയോ കുറവുണ്ടെങ്കിൽ നമുക്ക് അപ്പം ചേർക്കാവുന്നതാണ്. കല്ലുമ്മക്കായ ചേർത്തതിന് ശേഷം നമ്മുടെ കല്ലുമ്മക്കായ വിനാഗിരിയൊക്കെ കൂടി ഒന്ന് സെറ്റാവാൻ വേണ്ടി 2-3 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ശേഷം തീ ഓഫ് ചെയ്യുക. നല്ലെണ്ണയിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ കല്ലുമ്മക്കായ അച്ചാർ പെട്ടെന്നൊന്നും കേടാവില്ല കേട്ടോ. ചൂടാറിയതിന് ശേഷം നമുക്ക് ഈ അച്ചാർ എയർ ടൈറ്റായ ഒരു ബോട്ടിലോട്ടേക്ക് മാറ്റി സൂക്ഷിക്കാം. ഒരുപാട് വിനാഗിരി ഒഴിച്ച് വെള്ളം പോലെ കിടക്കുന്ന അച്ചാറിനേക്കാളും ഇതേപോലെ ഡ്രൈ ആയി കിടക്കുന്ന അച്ചാറിന് ടേസ്റ്റ് ഒരല്പം കൂടുതലാണ് കേട്ടോ.